ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് 4ാം ക്ലാസ്സുകാരനായ കൊച്ചുമകൻ വീട്ടിലെത്തിയത് ഒരു ചെറിയ വൃക്ഷത്തൈയുമായിട്ടാണ്. ഞാവൽപ്പഴത്തിൻ്റെ തൈ കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വീടിൻ്റെ പിൻവശത്തെ മുറ്റത്ത് ആ ചെടി നട്ടു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പരിസ്ഥിതി ദിനമായപ്പോഴാണ് പണ്ട് കിട്ടിയ വൃക്ഷത്തൈയെക്കുറിച്ച് എല്ലാവർക്കും ഓർമ്മ വന്നത്. അമ്മ ചെടി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാവൽപ്പഴത്തിൻ്റെ തൈയൊന്നുമല്ല, ഇത് റംബൂട്ടാനാണ്. മൂത്ത മകൻ പറഞ്ഞു, ഇത് പിയേഴ്സിൻ്റെ തൈയാണ്. അതോടെ രണ്ടാമത്തെ മകളും അഭിപ്രായം പറയാൻ വന്നു. അവൾ ഒരു ഇല കടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് വല്ലാത്തൊരു ചവർപ്പാണ്, ഇതിൽ കായകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അഥവാ ഉണ്ടായാലും നല്ല ചവർപ്പുള്ള വല്ലതുമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് വെട്ടിക്കളഞ്ഞാൽ അത്രയെങ്കിലും സ്ഥലം ലാഭിക്കാം. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അപ്പൻ പറഞ്ഞു, ഏതായാലും അതിലെന്തെങ്കിലും ഫലം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു. മരത്തിന് അല്പം വലിപ്പം വെച്ചതോടെ രാത്രിയിൽ പക്ഷികൾ ചേക്കാറാൻ തുടങ്ങി. ഒരു ദിവസം വൃക്ഷമായി മാറിയ ചെടി പൂത്തു. രുചികരമായ പനിനീർ ചാമ്പങ്ങ അതിൽ കായ്ച്ചു. അതോടെ എല്ലാവരുടെയും സംശയവും പരാതിയും മാറി. ഒരു ചെടി നടുമ്പോൾ തന്നെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് അറിയണമെന്ന് വാശി പിടിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ഏതിനും ഫലം പുറപ്പെടുവിക്കുവാൻ സമയം ആവശ്യമാണ്. കാത്തിരിക്കുക എന്നത് പ്രധാനമാണ്. അത് വൃക്ഷങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവരെ നിരീക്ഷിച്ച് അഭിപ്രായം പറയാൻ പലർക്കും വലിയ ഉത്സാഹമാണ്. ശിശു സഹജമായ സ്വഭാവങ്ങൾ കണ്ട് അതവരുടെ വൈകല്യമാണെന്നും അവർ വലുതായാൽ സമൂഹത്തിന് തന്നെ ദോഷമാണെന്നുമൊക്കെ പറയുന്നവർ ഇപ്പോഴും ഉണ്ടെന്നത് ആശ്ചര്യം തന്നെ. പലപ്പോഴും മറ്റുള്ളവരുടെ പരിഹാസമേറ്റവരും അവഗണിക്കപ്പെട്ടവരുമൊക്കെയാണ് പിൽക്കാലത്ത് ലോകം അറിയപ്പെടുന്നവരായി മാറിയിട്ടുള്ളത്. സങ്കീർത്തനം 118:22 പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആര് എപ്പോഴാണ് മൂലക്കല്ലാകുന്നതെന്നും നല്ല ഫലം പുറപ്പെടുവിക്കുന്നതെന്നും നമുക്കറിയില്ലല്ലോ. കാത്തിരിക്കുക എന്നതാണ് പ്രധാനമായ കാര്യം. ആവശ്യമായ വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിക്കുക എന്നതാണ് ഏവർക്കും ചെയ്യാൻ കഴിയുന്ന എളുപ്പവഴി. ഫലത്തെക്കുറിച്ചോർത്ത് പരിശോധനകളും വിമർശനങ്ങളും നടത്തുന്നതിനേക്കാൾ കാത്തിരിക്കുക എന്ന പ്രധാന ദൗത്യം നിറവേറ്റാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.